ഞാൻ വാസവദത്ത. വിവിധ ഭാഷാ സാഹിത്യങ്ങളിൽ നിറഞ്ഞു നിന്നവർ. ഇന്ന് ഞാൻ കുമാരനാശാന്റെ കരുണയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ സമ്പന്നരിൽ സമ്പന്നർ വരട്ടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ. ഈ രാജ്യത്തെ ധനികർക്കാണ് വാസവദത്തയുടെ മനസ്സിൽ സ്ഥാനം. ആരാണ് സഖി പുരുഷ സൗന്ദര്യത്തിന്റെ നിരകുടമായ യോഗി? വാസവദത്തയുടെ സൗന്ദര്യം സൗജന്യമാണെന്ന് പറയൂ. സമയമായില്ല പോലും ആഗമന സമയം ആയതില്ല. എന്തിനെന്നോട് ഈ ഉപേക്ഷ? എങ്കിൽ ജലപാനമില്ലാതെ ഉറക്കം ഉപേക്ഷിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയൂ. സമയമായില്ല പോലും ആഗമന സമയം ആയതില്ല. സമയമായില്ല പോലും വാസവദത്തയെ പുൽകാൻ ലോകവജ്ര വ്യാപാരി, ധനികനിൽ ധനികൻ, കോടീശ്വരൻ ഇതാ പടിവാതിലിൽ. രാജ്യസഭയിൽ തലമുണ്ടനം ചെയ്ത് കൈകാലുകൾ ഛേദിച്ച് ചുടുകാട്ടിലെറിയുക, ഇത് രാജശാസനം. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. പുസ്തകങ്ങൾ നൽകുന്നത് അനന്തമായ അറിവിൻ്റെ സാഗരമാണ്. ബാഹ്യമായ വിനോദലീലകളിൽ സന്തോഷം ലഭിച്ചേക്കാം, പക്ഷേ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്നതിന് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക, വളരുക.